എല്ലാവർക്കും നമസ്കാരം. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരുപക്ഷെ നാളെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ തനിച്ചാകുന്നു. അമേരിക്ക നൈസായിട്ട് കൈ കഴുകി അവർ യുദ്ധത്തിൽ നിന്ന് മാറുകയാണ്. ട്രംപ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു, യുദ്ധം ജയിച്ചു, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നിങ്ങളായി ഇനി നിങ്ങളുടെ പാടായെന്ന് ഇസ്രായേലിനോട് പറയാതെ പറയുന്നത് പോലെ. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പരിപൂർണമായി നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ചതുകൊണ്ടും ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖുമേനി ആദ്യ ദിവസം തന്നെ വധിച്ചതുകൊണ്ടും ഒക്കെ എന്തായാലും യുദ്ധം തുടരേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നത്, ആയത്തുള്ള അലി ഖമേനിയുടെ പിന്മുറക്കാരനായിട്ട് പുതിയ സുപ്രീം ലീഡറായിട്ട് മുജ്തബ ഖമേനിയെ, അലി ഖമേനിയുടെ മകനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. റഷ്യ മുജ്തബ ഖമേനിക്ക് എല്ലാ പിന്തുണയും കൊടുത്തിരിക്കുകയാണ്, മുജ്തബയെ അംഗീകരിച്ചിരിക്കുകയാണ്. മുജ്തബ ഖമേനി കൂടി വധിക്കപ്പെടുകയാണെങ്കിൽ റഷ്യയും അതിനോടൊപ്പം ചൈനയും നേരിട്ടോ അല്ലാതെയോ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതായത് ഉക്രൈനിന് എങ്ങനെയാണോ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് റഷ്യയെ വെള്ളം കുടിപ്പിച്ചത്, അതേപോലെ യുദ്ധം ചെയ്യുന്ന ഇറാന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും പിന്തുണയും വേണ്ടി വന്നാൽ നേരിട്ടും യുദ്ധത്തിൽ പങ്കെടുത്തേക്കും എന്നുള്ള സൂചനയാണ് നമ്മളിപ്പോൾ കാണുന്നത്. റഷ്യ ഇത് എന്തിനു ചെയ്യണമെന്ന് പറഞ്ഞാൽ അമേരിക്കയോടുള്ള റഷ്യയുടെ പ്രതികാരമാണ്. ഉക്രൈൻ എന്ന് പറയുന്ന ഒരു സാധാരണ രാജ്യത്തിന് ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എങ്ങനെ റഷ്യ ഇതുപോലെ ഒരു കെണിയിലാക്കി ഇട്ടിരിക്കുന്നോ, അതുപോലെ തന്നെ ചൈനയും റഷ്യയും ഇറാന് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ പോരാടാനുള്ള എല്ലാ സഹായങ്ങളും ഇവർ കൊടുക്കുകയാണെങ്കിൽ ഉക്രൈന്റെ കാര്യത്തിൽ റഷ്യക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കും സംഭവിക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ തോന്നിയാസം എന്നുള്ളത് പോലെയാണ് ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഇടപെട്ടത്. ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ചെയ്തത്. അല്ലാതെ ഇറാന്റെ ഓയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം. 2040 മുൻപ് ഇസ്രായേലിനെ പരിപൂർണമായി നശിപ്പിക്കുമെന്നുള്ള ഒരു അജണ്ടയോടെയൊക്കെയാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ നിൽക്കുന്ന ഇസ്രായേലിനെതിരെ ഇറാന്റെ കൂടെ റഷ്യയും ചൈനയും ചേർന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? മുജ്തബ ഖമേനിയെ ഏത് നിമിഷവും വധിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹവും മരണപ്പെട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒരുപക്ഷെ കാണുക. പിന്നീട് അങ്ങോട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇന്നത്തെ കാലത്ത് ഓഹരി വിപണിയിലൂടെ ആർക്കും പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും. വിപണി ഉയർന്നാലും താഴ്ന്നാലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മികച്ച വരുമാനം നേടാനായിട്ട് കഴിയും, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. എന്നാൽ ചോദ്യം ഇതാണ്, നിങ്ങൾ എങ്ങനെ ആരംഭിക്കും? അതുകൊണ്ടാണ് ലളിതവും ശക്തവുമായ ഒരു ട്രേഡിംഗ് ആപ്പ് മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആപ്പാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മെയിൻ്റനൻസ് ചാർജുകളോ കനത്ത വാർഷിക ഫീസുകളോ ഇല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. അത്രമാത്രം എന്റെ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഫോളോ ട്രെൻഡ് ഫീച്ചർ നിങ്ങൾക്ക് ആളുകൾ ലാഭം നേടിയ തത്സമയ ട്രേഡുകൾ കാണിക്കുന്നു. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്കും ആ ലാഭകരമായ ട്രേഡുകൾ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് ആരംഭിക്കാം. മറ്റു പല ആപ്ലിക്കേഷനുകളിലും ഒക്കെ സാധാരണ ഇതിന്റെ 3 ഇരട്ടി പണമൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടമുണ്ടായാലോ എന്ന് ആശങ്കപ്പെടുന്നവർക്ക് അതിനും ഒരു പരിഹാരമുണ്ട്. ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ. നിങ്ങളുടെ ട്രേഡ് ഒരു നിശ്ചിത ലോസ് ലെവലിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാതെ നോക്കുന്നു. നോക്കൂ, ട്രെൻഡിനൊപ്പം ലാഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ 1971 രൂപ ലാഭം ബുക്ക് ചെയ്തു. മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇത് നോക്കുക, ആളുകൾ ഒരു ദിവസം കൊണ്ട് 15,239 രൂപയും ഒരു മാസം 70,068 രൂപയും കഴിഞ്ഞ വർഷം മുഴുവൻ 5,03,940 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭത്തിനൊന്നും മാർക്കറ്റ് വോൾഫ് ഒരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാം. മാർക്കറ്റ് വോൾഫിന് ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. മാർക്കറ്റ് വോൾഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നിലവിലത്തെ അവസ്ഥ എന്താണ്? ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു തുള്ളി അല്ലെങ്കിൽ 1 ലിറ്റർ എണ്ണ പോലും കടത്തിവിടില്ല എന്നുള്ളൊരു ശാഠ്യത്തിലൊക്കെ ഇപ്പോൾ ഇറാൻ നിൽക്കുന്നുണ്ട്. അതായത് ക്രൂഡ് ഓയിലിന്റെ വില വളരെ അധികമായിട്ട് കൂടാൻ പോകുന്നു. അമേരിക്കയിൽ തന്നെ ആഭ്യന്തരമായിട്ട് ക്രൂഡ് ഓയിലിന്റെ വില കൂടിയതുകൊണ്ട് ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണ്.
ആളുകൾ ഉയർന്ന ജീവിത ചെലവുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതായത് ചൈനയും ഒക്കെ ആയിട്ടുള്ള താരിഫാറിന്റെ ഒക്കെ ബാക്കിയായിട്ടും അമേരിക്കയിൽ അത് സംഭവിച്ചിരുന്നു. അതിന്റെ എല്ലാം പുറമെയാണ് ഈ ട്രംപിനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല എന്നുള്ള രീതിയിൽ അമേരിക്കയിലെ ജനങ്ങൾ തന്നെ മടുത്തു തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ കൂടെയാണ് അമേരിക്കയുമായിട്ട് ആലോചിക്കാതെ ഇസ്രായേൽ ഇറാനിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഒക്കെ ആക്രമിക്കുന്നത്. അതിനെതിരെ ട്രംപ് തന്നെ ഇസ്രായേലിനെ വിമർശിച്ചു. അതായത് ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഇതുപോലെ തോന്നിയാസമാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഞങ്ങളില്ല ഈ കളിക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കൈകഴുകലാണ് ട്രംപ് ഇപ്പോൾ ചെയ്തു വരുന്നത്. കാരണം എന്താണ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് വിചാരിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ വിചാരിച്ചിരുന്നത് പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഇസ്രായേലിനെ പ്രധാനമായി ആക്രമിക്കുന്നതിന് പകരം ഹോർമൂസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ഒക്കെ അധികമായിട്ട് കിട്ടുന്ന ഓരോ അടിക്കും തിരിച്ചടി ഇറാൻ കൊടുക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. അങ്ങനെ പോയാൽ സൗദിയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ നിന്ന് മാറാം. ആയുധങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി അവർ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിലേക്ക് മാറാം. പെട്രോ ഡോളർ സിസ്റ്റത്തിൽ നിന്ന് അവർ പിന്മാറാം. ഡോളർ വീണു പോകാം. ഗ്ലോബൽ കറൻസി എന്നുള്ള രീതിയിൽ ചൈനീസ് യുവാനും പൗണ്ടും യൂറോയും ഒക്കെ പ്രധാനമായിട്ട് വരികയും നിലവിലെ തന്നെ ക്രൂഡ് ഓയിൽ വ്യാപാരം ചെയ്യുന്നതിൽ 20% ഡോളറിൽ അല്ലാതെയാണ് ചെയ്യുന്നത്. അത് വീണ്ടും കൂടും. ഡോളർ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക എത്ര വലിയ സൈനിക ശക്തിയാണെങ്കിലും താഴെ വീഴും. 10 ദിവസത്തിലധികം യുദ്ധം നീളുമ്പോൾ താൻ കണക്ക് കൂട്ടിയതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്, പണി പാളി തുടങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇനി ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ നൊബേൽ സമ്മാനം മേടിക്കാനും സാധ്യതയുണ്ട്. ആരാണ് തുടങ്ങിയത് എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. നിലവിൽ ഇത്രയും നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ യുദ്ധം കൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്? അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ആയത്തുള്ള അലി ഖമേനിയെ മാറ്റി ഇപ്പോൾ മുജ്തബ ഖമേനിയെ ആ സ്ഥാനത്തിരുത്തി. അത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. മുജ്തബ വധിക്കപ്പെട്ടാൽ അടുത്തയാളെ അവർ ആ സ്ഥാനത്തിരുത്തും. അതായത് ഇറാന്റെ പ്രവർത്തന ശൈലിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. വധിക്കപ്പെടും ഏത് നിമിഷമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇറാനെ നയിക്കാനുള്ള സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. IRGC എന്ന് പറയുന്ന ഇറാന്റെ സൈന്യം തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നാണ് പറയുന്നത്. ഇറാനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ശല്യമായിട്ട് ലോകത്തിന് പറഞ്ഞിരുന്നത് അവർ പല മിലിഷ്യകൾക്കും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നതാണ്, ഹമാസും ഹിസ്ബുള്ളയും ഹൂതീസും ഒക്കെ ഉൾപ്പെടെ. എന്നാൽ ഇനിയും അത് തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം ഇറാൻ ആക്രമിക്കപ്പെട്ടു എന്നല്ലാതെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനായിട്ട് അമേരിക്കയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി സാധിക്കുമോ എന്നുള്ളതും സംശയമാണ്. ഒരാൾ മാറുന്നു, എന്നാൽ അടുത്തയാൾ കയറുകയാണ്. ഇറാനിലേക്ക് കരയുദ്ധം, കാലാൾപ്പട അയക്കുമെന്നൊക്കെയുള്ള പരാമർശങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ അമേരിക്ക പതുക്കെ പിന്നോട്ട് പോവുകയാണ്. കാരണം കരയുദ്ധത്തിൽ കാര്യങ്ങൾ ആകെ മാറി മറിയാം. അഫ്ഗാനിസ്ഥാനിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള അമേരിക്ക കടന്ന് വെള്ളം കുടിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവും പണ്ട് വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ഒക്കെ എങ്ങനെ പിന്മാറിയോ അതുപോലെ തന്നെ അധികം നാണക്കേടാവുന്നതിന് മുൻപ് കൈ കഴുകാനാണ് അമേരിക്കയുടെ ഉദ്ദേശം. ഇവിടെ പെട്ടുപോയിരിക്കുന്നത് ഇസ്രായേലാണ്. കാരണം അമേരിക്ക എന്ന് പറയുന്ന വലിയ സൈനിക ശക്തിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ഭയങ്കര സംഭവമൊക്കെ തന്നെയാണ്. അവരുടെ പരിമിതികൾ വെച്ചുകൊണ്ട് അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമാണ്. എന്നാൽ അമേരിക്കൻ പിന്തുണ ഇല്ലാതെ ഇറാനെതിരെ പോരാടാനായിട്ട് ഇസ്രായേലിന് പരിമിതിയുണ്ട്. ഇറാന്റെ ഭാഗത്ത് ശക്തരായ രാജ്യങ്ങൾ വരികയാണെങ്കിൽ, പുടിനും ട്രംപുമായിട്ട് നടന്ന ഒരു ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടന്നു, ഇനി യുദ്ധം തീർക്കാൻ പോവുകയാണ് എന്ന്. ഇതൊരു പക്ഷേ ശത്രുക്കളുടെ ശ്രദ്ധ മാറ്റാനുള്ള ട്രംപിന്റെ അടവുമായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കനത്ത ആക്രമണം നടത്താനും സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. കാരണം അമേരിക്ക ഇനിയും എത്രമാത്രം ഇറാനെ അടിക്കുന്നോ അത്രമാത്രം GCC രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ നിന്ന് മാറാനും അമേരിക്കൻ ഡോളർ വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ കൂടുകയാണ്. പുതിയ സുപ്രീം ലീഡറിനെ റഷ്യ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും നിസ്സാര കാര്യമല്ല. അതായത് ചൈനയും റഷ്യയും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പണ്ട് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു അനുരഞ്ജന ചർച്ചയൊക്കെ നടന്നത് പലരും ഓർക്കുന്നുണ്ടാകും. അമേരിക്ക നാണം കെട്ട ഒരു സമയമായിരുന്നു അത്. ട്രംപും പുടിനും കൂടെ സംസാരിച്ചതിൽ ഉക്രൈനിലെ പ്രശ്നങ്ങളും ഇറാനിലെ പ്രശ്നങ്ങളും വെനസ്വേലയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു എന്നാണ്. ഉക്രൈൻ ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ട് റഷ്യ ഇതുപോലെ തളർത്തി ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. ഇതിനുള്ള മറുപണിയായിട്ട് ഇറാനില് റഷ്യയും ചൈനയും ഒക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ റഷ്യക്ക് ഏൽപ്പിച്ചതിൽ അധികം വലിയ ആഘാതം ഏൽപ്പിക്കാനായിരിക്കാം ഒരു പക്ഷെ പുടിന്റെയൊക്കെ ഉദ്ദേശം. എന്നാൽ അവിടെയാണ് അമേരിക്ക അവരുടെ ആ പഴയ പാരമ്പര്യം കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഈ യുദ്ധഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ട് അവര് തടിതപ്പുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു 2 ആഴ്ച മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. GCC രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു. ഇറാന്റെ മിലിഷ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. അത് ഒരു പക്ഷേ കാര്യമായിട്ട് സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ അത് പേരിന് മാത്രം നടക്കുന്നുണ്ട്. 3ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന കാര്യമാണ്. റഷ്യയും ചൈനയും കൂടെ ഇറാന്റെ ഭാഗത്ത് വരികയും
ഉക്രൈനിൽ കിടന്ന് റഷ്യ അന്ന് വെള്ളം കുടിച്ചതുപോലെ അമേരിക്ക കിടന്ന് വെള്ളം കുടിക്കും. എന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇസ്രായേലിനെ ഒറ്റക്കിട്ടിട്ട് അമേരിക്ക മുങ്ങാൻ തന്നെയാണ് സാധ്യത. അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി തന്നെയാണ്. പക്ഷെ സൈനിക ശക്തിയും കാണിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പെട്രോ ഡോളർ സിസ്റ്റം തന്നെ GCC രാജ്യങ്ങൾ കാലുമാറിയാൽ അവതാളത്തിലാകും. മറ്റൊന്ന്, അമേരിക്കയിൽ തന്നെ ഉണ്ടാകുന്ന ട്രംപിനെതിരെയുള്ള ജനവികാരം, അവിടെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് കൂടി അമേരിക്കയ്ക്ക് ബദലായിട്ട് ഉയർന്നു വരുന്ന നാളെ ലോക പോലീസ് ആകാൻ സാധ്യതയുള്ള ചൈനയ്ക്ക് ഇതിന്റെ എല്ലാ പ്രയോജനങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. കാരണം ഇറാന്റെ ഓയിൽ, വെനസ്വേലയുടെ ഓയിൽ, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഭൂരിഭാഗവും ചൈനയാണ്. റഷ്യയിൽ നിന്ന് ഉക്രൈന്റെ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ചീപ്പായിട്ട് റഷ്യൻ ഓയിൽ ഏറ്റവും വാങ്ങിച്ചുകൊണ്ടിരുന്നതും ചൈനയാണ്. ചൈനീസ് യുവാനാണ് പകരം കൊടുക്കുന്നത്. ചൈന എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇതേ കറൻസി കൊടുത്താൽ ചൈനയിൽ നിന്ന് എന്തും ഏതും ലഭിക്കും. നേരെ മറിച്ച് ഇന്ത്യൻ രൂപയിൽ നമ്മൾ പല കാര്യങ്ങളും വാങ്ങുന്നു. പണ്ട് റഷ്യയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇതേ ഇന്ത്യൻ രൂപ തിരിച്ചു തന്നാൽ നമുക്ക് കയറ്റി വിടാനായിട്ട് അധികം പ്രോഡക്റ്റുകളൊന്നുമില്ല. നമ്മൾ അത്രമാത്രം എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ലോകത്ത് പലയിടത്തും വേൾഡ് ട്രേഡുകൾ ചൈനീസ് യുവാനിൽ നടക്കുന്നത് കൂടി വരികയാണ്. ഡോളർ ഇപ്പോൾ ഒരു 80% എത്തിയിരിക്കുകയാണ്. അതൊരു പക്ഷേ 50% അതിന് താഴെയും ഒക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ കറൻസി എന്നുള്ള ഡോളറിന്റെ പദവി അങ്ങ് മാറും. അതിനു പകരം പൗണ്ടും യൂറോയും പ്രധാനമായിട്ട് ചൈനീസ് യുവാനും ജാപ്പനീസ് യെന്നും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ള ലോക പോലീസ് എന്നുള്ള പദവി ഒന്നും ഉണ്ടാവില്ല. പണം ഇല്ലാതായാൽ ഈ സൈനിക ശക്തി ഒരു ബാധ്യതയാകും. സ്വന്തം വെയിറ്റ് തന്നെ താങ്ങാൻ കഴിയാതെ വീണു പോകുന്നത് പോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായിട്ട് തകരും. ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ടൊന്നും ഇസ്രായേലിന്റെ കൂടെ നിൽക്കണ്ട എന്നുള്ള തീരുമാനം അമേരിക്ക എടുക്കാനാണ് അമേരിക്കയുടെ പാരമ്പര്യം നോക്കിയാൽ സാധ്യതകൾ. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വോൾഫ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വോൾഫിന് നിലവിലെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നീട് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വോൾഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.